വയനാട് പനമരം പഞ്ചായത്തിലെ കുറുമ്പാലക്കോട്ടയിൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്നത് 22 പേരടങ്ങിയ ആദിവാസി കുടുംബം. അമ്പലംകുന്ന് ഉന്നതിയിലാണ് ഒരു കൂട്ടം മനുഷ്യരുടെ ദുരിത ജീവിതം. പണിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട ചന്ദ്രന്റെയും ശോഭയുടെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ കഴിയുന്നത്. എനിക്ക് ഇവിടെ 10 മക്കളുണ്ട്. ആ 10 മക്കൾക്ക് വീടില്ല. ഞങ്ങൾ അമ്മയും മക്കളും ഒരു വീട്ടിലാണ് കിടന്നിറങ്ങുന്നത്. പിന്നെ അപേക്ഷ കൊടുത്ത് ഞാനും എൻ്റെ മക്കളൊക്കെ മടുത്തു. അത് കാരണം പിന്നെ പോകുന്നില്ല. ഇപ്പം ഞങ്ങൾ ഈ പൊളിഞ്ഞ വീട്ടിൽ തന്നെ കിടന്നിറങ്ങും. പിന്നെ ഞങ്ങൾക്ക് മെമ്പർമാർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു, പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തു, എല്ലാം മടുത്തിരിക്കുക. ആധുനിക കേരളം, അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ അവകാശപ്പെടുന്നിടത്താണ് ഈ ഒരു കാഴ്ച കേരളീയർ കാണുന്നത്, മലയാളികൾ കാണുന്നത്. വളരെ ദുരവസ്ഥയിൽ കഴിയുന്ന കുടുംബം, അവർക്ക് വീടില്ല, അവർക്ക് അവരെ അതിദാരിദ്ര്യമുക്തരാക്കാനുള്ള നടപടികളില്ല. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, എന്തൊക്കെയാണ് അവിടെ കണ്ട കാഴ്ചകൾ? അവരുടെ പരാതികൾ എന്തൊക്കെയാണ്? അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് പനമരം പഞ്ചായത്ത്. പനമരം പഞ്ചായത്തിലാണ് കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയാണ് ഈ അമ്പലംകുന്ന് പണിയ വിഭാഗത്തിലുൾപ്പെട്ട ആദിവാസി വിഭാഗത്തിലുൾപ്പെട്ടവരുടെ ആ ഉന്നതിയുള്ളത്. അവിടെ ഒരു വീട്ടിലാണ് 22 പേർ ഒരു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള ദുരവസ്ഥയുള്ളത്. പനമരം പഞ്ചായത്തിലെ 18ാം വാർഡിലാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വളരെ ദുഃഖപൂർവ്വം പറയേണ്ടി വരും. കാരണം നമ്മളവിടേക്ക് എത്തുമ്പോൾ അമ്പലംകുന്ന് ഉന്നതിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ വഴിയാണ്. അല്പദൂരം നടക്കാനുണ്ട്. അവിടേക്ക് എത്തി ആ വീട്ടിൽ ശോഭ ചന്ദ്രൻ ദമ്പതികളുടെ വീടാണത്. 10 മക്കളുണ്ട് ഈ ദമ്പതികൾക്ക്. അവരുടെ ആ റേഷൻ കാർഡിൽ തന്നെ 10 പേരുകളുണ്ട്. മാത്രമല്ല അത് കൂടാതെ അവരുടെ മരുമക്കൾ ഉണ്ട്, ഒപ്പം തന്നെ മരുമക്കളുടെ മക്കളുടെ മക്കളുമുണ്ട്. അങ്ങനെ പേരക്കുട്ടികൾ, അങ്ങനെ 22 പേർ, കുട്ടികളടക്കം സ്ത്രീകളടക്കം 22 പേർ തിങ്ങി ഞെരുങ്ങിയ ഒരു വീട്ടിൽ കഴിയുന്ന അതിദുരിതപൂർണമായ ജീവിതം തന്നെയാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടേത് എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഏത് നിമിഷവും ഇടിഞ്ഞു തകർന്നു വീഴാറായ വീടാണത്. ഒരു ഭാഗത്ത് ചെങ്കുത്തായ ഒരു ഇറക്കം, പിറകു ഭാഗത്ത് ഒരു മലയാണ്, അതിനോട് ചേർന്ന് വലിയ പാറകളുണ്ട്. ഒരുപക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് കുത്തിയൊലിച്ച് താഴേക്ക് ഒന്ന് ചെറിയ പാറ ഒന്ന് തട്ടിയാൽ പോലും വീട് തകർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ചുമർ ഇടിഞ്ഞത് മൂലം അത് ഷീറ്റ്, ആസ്പെറ്റോസിന്റെ ഷീറ്റ് കൊണ്ടാണ് ചുമർ താൽക്കാലികമായി വെച്ചിരിക്കുന്നത്. മാത്രമല്ല വീടിന്റെ അകത്തേക്കൊക്കെ കയറുമ്പോൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് അവസ്ഥ. മാത്രമല്ല മേൽക്കൂര തകർന്നു വീഴാവുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. അത്തരത്തിൽ ദുരിതപൂർണമായ അവസ്ഥയാണ്. കുടിവെള്ളം പലപ്പോഴും കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ശുചിമുറി ഇല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമൊക്കെ ആയിട്ട് പോലും ശുചിമുറി ഇല്ലാത്ത അവസ്ഥയിലാണ് അവരുടെ ജീവിതമെന്ന് പറയേണ്ടി വരും. കാരണം രാവിലെയൊക്കെ പറമ്പുകളെ, തൊട്ടടുത്തുള്ള പറമ്പുകളെ ആശ്രയിക്കുകയാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ എന്നുള്ളതാണ് ദുരവസ്ഥ. ഇത്തരത്തിലൊരു സ്ഥിതിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ പഞ്ചായത്ത് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന കാര്യം ലൈഫ് പദ്ധതിയിൽ ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് എന്ന് പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. മാത്രമല്ല അവിടേക്ക് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ തന്നെ അത് വലിയ ഭാരിച്ച ചിലവാകും. അതുകൊണ്ട് തന്നെ ലൈഫ് പദ്ധതി കൊണ്ട് പ്രയോജനം അവിടെ വരും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതിനകത്തൊരു ഉചിതമായ നടപടി, മാറ്റിപ്പാർപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.